ഹലോ. ഡൽഹിയിൽ വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തിനോട് പ്രതികരിച്ച് പേളിയിട്ടൊരു പോസ്റ്റാണല്ലോ പ്രശ്നമായത്. അതിൻ്റെ പേരിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെ പേളിക്ക് നഷ്ടമായി. ഇത് കണ്ടപ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പേഴ്സണലായിട്ടുണ്ടായ ഒരു അനുഭവത്തെ തുടർന്ന് ഞാൻ പേളിയെ അൺസബ്സ്ക്രൈബ് ചെയ്ത കാര്യമാണ് ഞാനിപ്പോൾ ഓർത്തത്. ഞാൻ ഇങ്ങനെ നമുക്ക് ലുലു അടുത്തായതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ലുലു മാളിൽ പോകാറുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ഇഷ്ടംപോലെ സെലിബ്രിറ്റീസിനെ മിക്കപ്പോഴും കാണാറുണ്ട്. അങ്ങനെ ഞാൻ കണ്ട കൂട്ടത്തിൽ ഒരു ദിവസം ഞാൻ പേളീനെ കണ്ടു. ഏതാണ്ട് D4 ഡാൻസ് തൊട്ടാണ് ഞാൻ പേളീനെ കണ്ടു തുടങ്ങിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ പേളീൻ്റെ ഒരു വലിയ ആരാധികയൊന്നും അല്ലെങ്കിൽ പേളീനെ എനിക്ക് ഇഷ്ടമായിരുന്നു. ഇങ്ങനെ ചളിയൊക്കെ അടിക്കുന്ന തമാശയൊക്കെ പറയുന്ന അങ്ങനെ ഒരു പേളി, നല്ലൊരു പോസിറ്റീവ് വൈബ്രേഷനും പേളിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ പേളി ബിഗ് ബോസിൽ വന്ന് ഞാൻ സ്ഥിരമായിട്ട് കാണുന്നില്ലെങ്കിലും പേളി അതിൽ റണ്ണറപ്പായി. പിന്നെ പേളിയുടെ കല്യാണം, പേളി കുട്ടികളുണ്ടാകുന്നു, പിന്നെ പേളി പേഴ്സണൽ വ്ളോഗ് തുടങ്ങി. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പേളീനെ കാണാറുണ്ട്. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ പേളീനെ കണ്ടു തുടങ്ങിയത് പേളി പ്രഗ്നൻ്റ് ആയതിനു ശേഷം പേളി ഇങ്ങനെ വീഡിയോസ് ഇടാറുണ്ടായിരുന്നല്ലോ, പേളി ആ പ്രഗ്നൻസി ടൈമിലെ ഓരോന്നിനും. അപ്പോൾ എനിക്കത് വളരെ ഇമ്പ്രസ്ഡ് ആയിട്ട് തോന്നിയായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കുഞ്ഞ് നമ്മളുടെ വയറ്റിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിനോട് കാണിക്കേണ്ട സ്നേഹത്തിനെ കുറിച്ചും ആ ഒരു കരുതലും പേളിയുടെ എക്സസൈസും അതൊക്കെ എനിക്ക് വളരെ ഇങ്ങനെ എന്താ പറയുക കുറച്ച് നല്ല അറിവുകളായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേളീനെ ആ ഒരു സമയത്താണ് ഞാൻ പേളീനെ സബ്സ്ക്രൈബ് ചെയ്തത്. പിന്നെ പേളി കുട്ടികൾ നമുക്ക് ആർക്കായാലും ഇഷ്ടമാണല്ലോ. അപ്പോൾ കുട്ടികളോട് പേളിയുടെ പെരുമാറ്റം, ആ ഒരു പോസിറ്റീവ് വൈബ്, ഒരു ഫാമിലി എന്ന നിലയിലുള്ള പേളിയുടെ ആ ഒരു ജീവിതമൊക്കെ അതൊക്കെ എനിക്ക് കുറച്ച് ഇമ്പ്രസ്ഡ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പേളിയുടെ വീഡിയോസ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് താല്പര്യം തോന്നിയൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. പിന്നെ പേളിയുടെ മോട്ടിവേഷൻ സ്പീക്ക് അതിലെനിക്ക് ഇപ്പോൾ ആരായാലും നമ്മൾ യൂട്യൂബിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ എടുത്തു നോക്കുന്ന ഈ മോട്ടിവേഷൻ വീഡിയോസ് തന്നെയാണ്, അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള വീഡിയോസ്. അപ്പോൾ എനിക്ക് അതൊരു സ്വഭാവം തന്നെയാണ് ഈ സൈക്കോളജിക്കൽ വീഡിയോസ് കാണലോ അങ്ങനെയുള്ള ബുക്സ് വായിക്കലൊക്കെ. ഞാൻ ഒരുപാട് ഇങ്ങനെ കുറച്ചൊക്കെ ഞാൻ അങ്ങനെയുള്ള ബുക്സുകൾ ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ ഈ പേളിയുടെ ഈ മോട്ടിവേഷനിൽ എനിക്ക് ഏറ്റവും ഇമ്പ്രസ്ഡ് ആയിട്ട് തോന്നിയത് ഈ നെഗറ്റീവ് തോട്ട്സിനെ നമ്മൾ കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നെറ്റിയിൽ കൈതൊട്ടിട്ട് ക്യാൻസൽ അതെനിക്ക് ഒരു പുതിയ ടെക്നിക്കായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പേളിനോട് ഒരു ഇഷ്ടം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു മനസ്സിൽ കൊണ്ടു നടക്കുന്ന സമയത്താണ് ഞാൻ പേളിനെ കണ്ടത്. ഏതാണ്ട് 2 വർഷം മുമ്പ് മഞ്ഞുമൽ ബോയ്സ് ഫെബ്രുവരി 2024 റിലീസായത്, ഒരു ഫെബ്രുവരിയിൽ എന്തോ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ലുലുമാളിൽ നിന്ന് ഇങ്ങനെ ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ പേളി നേരെ വരുന്നുണ്ടായിരുന്നു. പേളിയുടെ കയ്യിൽ അന്ന് നിത്താര കുഞ്ഞു കൊച്ചായിരുന്നു. അപ്പോൾ പേളിനെ കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വല്ലാതെ എക്സൈറ്റഡ് ആയി, കുഞ്ഞുങ്ങളുടെ ആ വീഡിയോസും എല്ലാം കണ്ടിട്ട്. അപ്പോൾ ഞാൻ പൊതുവേ ഞാൻ അങ്ങനെ സെലിബ്രിറ്റീസിനോട് അടുത്തുനിന്ന് സംസാരിക്കാറില്ല. പേളീനെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയി. കാരണം എന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലെ കുട്ടി അങ്ങനെ ഒരു ഇമേജാണല്ലോ പേളി ഉണ്ടാക്കണത്. ആരെ കണ്ടാലും പേളിയുടെ വീഡിയോസിലൊക്കെ നമ്മൾ അങ്ങനെയല്ലേ കാണുന്നത്, ആരെ കണ്ടാലും അടുത്ത് നിന്ന് സംസാരിക്കുന്ന അങ്ങനെയൊക്കെ. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ കുറച്ചിങ്ങനെ പേളീനെ കണ്ടപ്പോൾ കൈ ഇങ്ങനെ വീശിയപ്പോൾ കൈ പേളിയുടെ മേൽ കൊണ്ടോ എനിക്ക് അത് സാധാരണ നമ്മളങ്ങനെ അപരിചിതരെ നമ്മളങ്ങനെ തൊടുന്നതൊന്നും ശരിയല്ലല്ലോ, എനിക്കറിയില്ല. അപ്പോൾ തന്നെ പേളീനെ ഞാൻ നോക്കുമ്പോൾ നമ്മളടുത്ത് നിന്ന് സംസാരിക്കാൻ നിന്നപ്പോൾ പേളിയുടെ മുഖം ആകെ കാർമേഘം പോലെ ഇരുണ്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് തന്നെ പേളീനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വീഡിയോസിലൊക്കെ എത്ര പോളിഷ്ഡ് ആയിട്ടാണ് പേളി നിൽക്കണതെന്നാണ് എനിക്ക് അപ്പം തോന്നിയത്, ഫസ്റ്റ് ഇങ്ങനെ ആ ലുക്ക് കണ്ടപ്പോൾ. അങ്ങനെ പിന്നെ പേളിക്ക് ആകെ എന്തോ ഭയങ്കര ഇറിറ്റേഷൻ പോലെ നമ്മളടുത്ത് ചെന്നതോ സംസാരിച്ചോ ഇഷ്ടപ്പെട്ടത്. പേളി അവിടെ കുറച്ച് നേരം നിന്ന് സംസാരിച്ച്, പക്ഷേ യാതൊരുവിധ സന്തോഷമോ ഒന്നും പേളിയുടെ മുഖത്ത് ഞാൻ കണ്ടില്ല. ഒരു കാർമേഘം മൂടിയ പോലെയായിരുന്നു. അവിടെ ഒരു തരി പോലും എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഞാൻ ആ മുഖത്ത് കണ്ടില്ല. കാരണം നമ്മൾ റീലിൽ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള, എല്ലാവരോടും സ്നേഹം കാണിക്കുന്ന, എല്ലാവരെയും കരുതുന്ന അങ്ങനെയൊക്കെ ഒരു പേളിയാണ്. പക്ഷേ പേളിയുടെ കൂടെ കുറച്ച് സ്റ്റാഫ് എന്തോ ഉണ്ടായിരുന്നു, അവരൊക്കെ കുറച്ച് നല്ല ചിരിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. പേളിയുടെ മുഖത്ത് അങ്ങനെ ചിരിയൊന്നും കണ്ടില്ല. ഞങ്ങളങ്ങനെ പെട്ടെന്ന് സംസാരം അവസാനിപ്പിച്ച് പോവുകയും ചെയ്തു. അപ്പോൾ പേളി ഒരുപാട് കാര്യങ്ങൾ പേളിയിൽ ഞാൻ പോസിറ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. പേളി അതൊക്കെ ഞാൻ എടുക്കാറുമുണ്ട്. അപ്പോൾ ഇതും ഞാൻ അങ്ങനെ പോസിറ്റീവായിട്ട് എടുത്ത് ശരിയാണ്, നമ്മൾ സെലിബ്രിറ്റീസിൻ്റെ അടുത്തൊക്കെ അവർ റിയൽ വേറെ അവരെ റീലിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളായിട്ട് അവർ സംസാരിക്കുന്നു, അവർ ചിരിക്കുന്നു, കളിക്കുന്നു, നമ്മളെ വല്ല ഹായിടാ അങ്ങനെയൊക്കെ ഭയങ്കര ഇതിൽ കാണിക്കുന്നു. പക്ഷേ റിയലിൽ അവരങ്ങനെ ആയിരിക്കണം എന്നില്ല എന്നുള്ളൊരു പാഠമാണ് ഞാൻ അപ്പം അതിൽ നിന്ന് പഠിച്ചു. ഞാൻ പിന്നെ അതിനുശേഷം ഒട്ടും ഒരു തരി പോലും ഒരു സെലിബ്രിറ്റിനെ കണ്ടാലും ആ വശത്തേക്കേ നോക്കാത്തൊരവസ്ഥ, അങ്ങനെ ഒരു പാഠം ഞാൻ പേളിയിൽ നിന്ന് പഠിച്ചു. എന്തായാലും ഞാൻ വീട്ടിലെത്തിയ ഉടനെ പേളീനെ അൺസബ്സ്ക്രൈബ് ചെയ്ത്. ഇങ്ങനെ ഒരാളെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് അവരെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതൊന്നും നമ്മളെ ബാധിക്കേണ്ട കാര്യമില്ല, നമ്മളെന്താണെന്ന് നമുക്കറിയാം. നമ്മളൊരു വില കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല, അത് മനസ്സിൽ നിന്ന് കളയുകയും ചെയ്ത്. പേളി എന്ന് വെച്ചാൽ പേളി വളരെയധികം പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. പേളി അത് ആസ്വദിക്കുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്.
പക്ഷേ നമ്മൾ ഒരു ദൈവവചനമാണ് ഓർമ്മയാണ്. ദൈവം നമ്മുടെ ഉള്ളിലേക്കാണ് നോക്കുന്നതെന്ന്. നമ്മൾ എത്രയധികം മറച്ചു വെച്ചാലും നമ്മൾ ഒരു കാലത്ത് നമ്മളത് എക്സ്പോസ്ഡ് ആവുക തന്നെ ചെയ്യും. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പേളി ഇപ്പോൾ ഈ കടന്നു പോകുന്ന ഈ ഒരു സാഹചര്യം കാണുമ്പോൾ പേളിയുടെ ആ ഒരു പോസ്റ്റ്, പേളിയുടെ കാവി നിറത്തോടുള്ള താല്പര്യം, ഇതൊക്കെ കാണുമ്പോൾ പേളി ഇനിയും കൂടുതൽ എക്സ്പോസ്ഡ് ആവാനുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ആ ഒരു ഫെയിൽഡ് ഡയറക്ടറെയും ഞാൻ ഒരിക്കൽ കണ്ടിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഞാൻ ഒരിക്കൽ നേരിൽ കണ്ടു. പാരഗൺ ഹോട്ടലിൻ്റെ മുമ്പിൽ വെച്ചാണ് തോന്നുന്നത്, അവിടെ ഫുഡ് കഴിക്കാൻ നിന്നപ്പോൾ. അപ്പോൾ പുള്ളി ഞങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളീനെ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് പോയിട്ട് സംസാരിക്കാൻ, സിനിമേനെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയും ചെയ്തു. അദ്ദേഹം വളരെ ക്ഷമയോടുകൂടി നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുകയും അതിന് മറുപടി പറയുകയും അദ്ദേഹത്തിൻ്റെ പാലാരിവട്ടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയും അങ്ങനെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് സംസാരിക്കുകയും ചെയ്തു. എനിക്ക് യാതൊരു എന്താ പറയുക ഇൻസെക്യൂരിറ്റിയും തോന്നാതെ അദ്ദേഹത്തോട് സംസാരിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഒരുപക്ഷെ ഞങ്ങളാണെന്ന് തോന്നണം ആ കോൺവെർസേഷൻ എൻഡ് ചെയ്യാൻ ശ്രമിച്ചത്. കാരണം അദ്ദേഹം അത്രത്തോളം നമ്മളെ കേൾക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന പോലെ തോന്നി. അതെനിക്ക് വല്ലാതെ നമുക്ക് എത്രത്തോളം നമ്മുടെ മനസ്സിന് സന്തോഷം നൽകിയെന്ന് പറയുമ്പോൾ, ഇത്രയും നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ നമ്മളെ കേൾക്കാനും നമ്മൾ പറയുന്നതൊക്കെ കേട്ട് അതിന് മറുപടി പറയാനൊക്കെ നിന്നത് എനിക്ക് വളരെ നല്ലൊരു അനുഭവമായിരുന്നു സിബി മലയിൽ സാറിന് അന്ന് കണ്ടത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് ഈ രണ്ടുപേരിൽ നിന്നുള്ള ഈ അനുഭവം കണ്ടപ്പോൾ എനിക്ക് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി. എത്ര വ്യത്യസ്തമായിട്ടാണ് രണ്ടുപേരും എന്നോട് പ്രതികരിച്ചതെന്ന് ഓർക്കുമ്പോൾ. പക്ഷേ ഞാൻ അതൊക്കെ സാധാരണമാണ്, മനുഷ്യർക്ക് നല്ല വശമുണ്ട് ചീത്ത വശമുണ്ട്. ഒരുപക്ഷെ പേളിയുടെ അപ്പോഴത്തെ ഒരു മൂഡ് അങ്ങനെ ആയിരുന്നിരിക്കാം. അത്രയും ഞാൻ ഇതിനെപ്പറ്റി കരുതുന്നുള്ളൂ. പേളീനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പും വീഡിയോ ചെയ്തിട്ടുണ്ട്. പേളിയുടെ എന്തോ ഒരു ബർത്ത്ഡേ പ്രമാണിച്ച് എന്തോ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ആളുകൾക്കുള്ളതാണല്ലോ പേളീനെ, ഈ ശ്രീനിഷ്ണ ആയാലും അതുപോലെ നമ്മുടെ ദിയ കൃഷ്ണയുടെ ഹസ്ബൻഡ് അശ്വിനെ ആയാലും തരം താഴ്ത്തി കുറേ കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരാൾ ലൈം ലൈറ്റിൽ ഇല്ലെന്ന് വെച്ചിട്ട് അവർ കഴിവ് കെട്ടവരോ അവർ കഴിവില്ലാത്തവരോ ഒന്നുമല്ല. കാരണം വെച്ചാൽ അവർ അവരുടേതായ രീതിയിൽ ആൾക്കാർ അതൊക്കെ നേരിട്ട് കാണുന്നുണ്ടാവില്ലായിരിക്കും, അവരവരുടേതായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. എന്തിനാണല്ലേ നമ്മൾ വെറുതെ മറ്റുള്ളവരെ ഹനിച്ച് സംസാരിക്കുന്നത്? ഇവിടെ എല്ലാവർക്കും സ്ഥാനമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് വേണ്ടത് ചെയ്യാം. ഇവരൊക്കെ അവരുടെ കഴിവ് ഉപയോഗിച്ച് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അവർ വിജയിക്കുന്നു. അതുപോലെ നമുക്കും ഈ ഭൂമിയിൽ ഒരു സ്ഥാനമുണ്ട്. നമ്മളുടെ കഴിവുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ചെയ്യാം. ഭാഗ്യമുണ്ടെങ്കിൽ നമ്മളും വിജയിക്കും. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഓരോരുത്തരായിട്ട് എയറിലേക്ക് പോയിക്കൊണ്ടിരിക്കണമല്ലോ. ഒരു സ്റ്റേജ് ഷോയിൽ ധ്യാൻ പറഞ്ഞൊരു മറുപടിയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. അവതാരക ധ്യാനോട് ചോദിച്ച ചോദ്യം, ധ്യാൻ സ്പേസിലേക്ക് പോവുകയാണെങ്കിൽ ഏത് നായികയെ കൂടെ കൂട്ടുന്നതാണ്. അതിന് ധ്യാൻ പറഞ്ഞ മറുപടി, ഇപ്പോൾ ലക്ഷ്മിപ്രിയയൊക്കെ പോലെ ഒരുപാട് പേരിപ്പോൾ എയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ എനിക്ക് ആരെയാണ് എനിക്ക് തിരഞ്ഞെടുക്കേണ്ടത്, അവരെ ഞാൻ തിരഞ്ഞെടുത്ത് സ്പേസിലേക്ക് കൂട്ടിക്കോളാം എന്നാണ് പറഞ്ഞത്. അതെന്തായാലും ഒരു നല്ല മറുപടിയാണ്. ഇപ്പോൾ ഒരുപാട് പേര് ധ്യാനം ഏതായാലും ചോയ്സ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കണേണ്. ഒരുപാട് പേര് ഇപ്പോൾ എയറിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കണേണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബായ്.